വടക്കെവിടെയോ ആണത്രേ ആ ദർഗ. അവിടെയുള്ള വെണ്ണക്കല്ലിൽ ഉരച്ചാൽ കിട്ടുന്ന പൊടിയെടുത്ത് കണ്ണിൽ തടവിയാൽ മതി, ഏതന്തനും കാഴ്ചശക്തി കിട്ടും. അവിടേക്ക് പോയാലോ? അല്ലെങ്കിൽ അജ്മീറിലേക്കായാലോ? അവിടെ ഇപ്പോൾ ഉറൂസ് നടക്കുകയാണല്ലോ. അനാസാഗർ തടാകം നിറഞ്ഞു നിന്നത് അജ്മീറിൻ്റെ ഹൃദയഭാഗത്തായിരുന്നില്ല. സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയിൽ അജ്മീരിയുടെ കറാമത്തുകൾ കണ്ടും കേട്ടും തിടം വെച്ച അജ്മീരികളുടെ കരളിലായിരുന്നു. ഒരു പിച്ചളമൊന്തയിൽ അനാസാഗറിലെ വെള്ളം മുഴുക്കെ ഖാജ കോരിയെടുത്തപ്പോൾ വറ്റിയത് മുലയൂട്ടുന്ന പെണ്ണുങ്ങളുടെ മുലപ്പാൽ കൂടിയായിരുന്നു. ദറസിൽ ഓതിക്കൊണ്ടിരുന്ന കാലത്ത് അജ്മീറിനെക്കുറിച്ച് എത്രയെത്ര കഥകളാണ് കേട്ടിട്ടുള്ളത്. അതുമാത്രമോ, കുട്ടിക്കാലത്ത് ചെറുതും വലുതുമായ എത്ര സംഘങ്ങളാണ് അജ്മീറിലേക്കുള്ള നേർച്ചയും തേടി വീടുകൾ തോറും കയറിയിറങ്ങിയിട്ടുള്ളത്. അവരൊക്കെ വന്നു ചേർന്ന ആ പുണ്യഭൂമികയിൽ തങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. നാഗൂരും ഏർവാടിയും മുത്തുപേട്ടയും സിയാറത്ത് ചെയ്തപ്പോഴൊന്നും കിട്ടാത്ത മനഃശാന്തിയാണ് അജ്മീറിലുള്ളതെന്ന് അവർക്ക് തോന്നി. നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദയുടെ രണ്ടാം ഭാഗമായ അഗർത്തയിൽ സൂഫിസത്തിൻ്റെ ചിന്താസരണികളിലൂടെ ഞാൻ യാത്ര നടത്തുന്നുണ്ട്. പുസ്തകങ്ങൾ ഇതുവരെ ബുക്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പ്രീ ബുക്ക് ചെയ്യുക. താങ്ക് യു.